കെയർ ഫൗണ്ടേഷൻ നാംകോസ് മുട്ടഗ്രാമം പദ്ധതി കോഴിക്കോട്ട് പ്രഖ്യാപിച്ചു. പദ്ധതി മാതൃകാപരമെന്ന് തോട്ടത്തിൽ രവീന്ദ്രൻ MLA പറഞ്ഞു. സ്ത്രീ ശാക്തീകരണവും ഗ്രാമീണ കുടുംബങ്ങളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തതയും ലക്ഷ്യമിട്ടാണ് കെയർ ഫൗണ്ടേഷനും നവകേരള അഗ്രി ആൻഡ് അലൈഡ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും സംയുക്തമായി വയനാട് തിരുനെല്ലി ഗ്രാമത്തിൽ മുട്ടഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നത്. ടൗൺഹാളിൽ തോട്ടത്തിൽ രവീന്ദ്രൻ MLA പദ്ധതി പ്രഖ്യാപനം ഉദ്ഘാടനം ചെയ്തു. കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ വളരെ അഭിമാനത്തോടു കൂടി നമുക്ക് ഒരുപാട് കാര്യത്തിൽ നമ്മൾ മുൻപന്തിയിൽ സംശയമൊന്നുമില്ല. പക്ഷേ എന്തുകൊണ്ട് ഇതിങ്ങനെ എങ്ങനെ അവർ സംരക്ഷിക്കും? ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ സാധിക്കുമില്ല. ഒരുപാട് പരിമിതികളുണ്ട്. തൽക്കാല സഹായം വേണേൽ കൊടുക്കാൻ പറ്റും. സ്ഥായിയായിട്ടുള്ള നിലനിൽക്കത്തക്കാണ് എന്നും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഏറ്റവും വലിയ ദൗത്യമാണ് ഇവിടെ ഈ കെയർ ഫൗണ്ടേഷനും നാംകോസും ചെയ്യുന്നത്. കെയർ ഫൗണ്ടേഷൻ ചെയർമാൻ ബിനുജി കുറുപ്പ് അധ്യക്ഷനായി. പദ്ധതിയുടെ ഫണ്ട് സമാഹരണത്തിനായി നടത്തുന്ന സമന്വയ മെഗാഷോയുടെ പോസ്റ്റർ പ്രകാശനവും മെഗാഷോയുടെ ആദ്യ ടിക്കറ്റ് വിതരണോദ്ഘാടനവും MLA നിർവഹിച്ചു. ആദ്യ ടിക്കറ്റ് മലബാർ ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് ഹെഡ് RS സൂരജും കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് EP മുഹമ്മദും ചേർന്ന് ഏറ്റുവാങ്ങി. ചടങ്ങിൽ പത്മശ്രീ ജേതാവ് ചെറുവയൽ രാമനെ ആദരിച്ചു. തുടർന്ന് മുട്ടഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയവരിൽ തിരുനെല്ലി സ്വദേശികളായ 30 വനിതാ സംരംഭകരുമായി സംവാദവും നടത്തി. നാംകോസ് ചെയർമാൻ KB ശ്രീരാജ്, മാനേജിംഗ് ഡയറക്ടർ N ഫിറോസ്, വൈസ് ചെയർമാൻ PP സുരേഷ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷൈനി ചാർലി, നാംകോസ് ജനറൽ മാനേജർ K മിഥുൻ തുടങ്ങിയവർ സംബന്ധിച്ചു. വൈകിട്ട് സംരംഭകർ കോഴിക്കോട് ബീച്ച് സന്ദർശിച്ചാണ് സ്വദേശത്തേക്ക് മടങ്ങിയത്. ജീവൻ ന്യൂസ്, കോഴിക്കോട്.